വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. നിലമ്പൂരിൽ ഇക്കുറി വിജയം LDFനായിരിക്കുമെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി യു ഷറഫ് അലി. പത്രികാ സമർപ്പണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഏറ്റവും വികസനം നടപ്പിലാക്കിയത്. LDF സർക്കാർ നടപ്പിലാക്കിയ വികസനമാണ് തന്റെ നേട്ടമായി UDF സ്ഥാനാർത്ഥി എടുത്തുകാട്ടുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഷറഫ് അലി യു എന്ന ഞാൻ രാജ്യസഭ നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യാഥാർത്ഥ്യമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ പേരിൽ ദൃഢ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇരുന്നൂറ് ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ UDFന് കഴിഞ്ഞിട്ടില്ലെന്നും ഷറഫ് അലി പറഞ്ഞു. എല്ലാ മേഖലയിൽപ്പെട്ടവരെയും പരിഗണിക്കുന്ന നിലപാടാണ് LDFനുള്ളത്. കായിക മേഖലയ്ക്കുള്ള അംഗീകാരമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നും ഷറഫ് അലി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഭാഗമായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എന്നെ വിജയിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ പദ്ധതികളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും സഹകരിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും സഹായ സഹകരണത്തോടു കൂടി ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിക്കുകയും അതിലൂടെ നിലമ്പൂരിന്റെ വികസനം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എല്ലാ വിഭാഗം ആൾക്കാരെയും ഉൾക്കൊള്ളാൻ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. കായിക മേഖലയിൽ നിന്നുള്ള എന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു സീറ്റിലേക്ക് നിർദ്ദേശിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കായിക മേഖലക്ക് നൽകുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ അത് കാണുന്നത്. അസംബ്ലി എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമാണ്. എല്ലാത്തരം പൂക്കളും അവിടെ സാഹിത്യകാരന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്, സിനിമാ താരങ്ങളുണ്ട്. അവിടെ ഒരു കായിക താരത്തിന്റെ കുറവുണ്ട് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന് ഏറെ സാധ്യതകളുള്ള ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. നിലമ്പൂരിലെ നിവാസികൾ എന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ജനങ്ങളാണ്. അവരെന്നെ സ്വീകരിക്കുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. VM റസാഖ്, PK സൈനബ, M മുജീബ് റഹ്മാൻ, E പത്മാക്ഷൻ എന്നിവർ പത്രികാ സമർപ്പണത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.